ചെയ്തു. ഒരാളും ഈശ്വരൻ സഹായിച്ച എന്റെ പാരന്റ്സ് അല്ലാതെ വേറൊരാളും സഹായിക്കാനായിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ചെറുതാണെങ്കിലും ഒരു 1600 സ്ക്വയർ ഫീറ്റിന്റെ 1700 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് RCM കൂടെ നേടാനായിട്ട് പറ്റിയെന്നുള്ളത് എന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറയാം. സാധാ ഒരു വീട്ടമ്മ, സാധാ ഒരു കുടുംബിനി, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല ഞാൻ. എന്നെ ഇങ്ങനെ ഇന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രസ്ഥാനം തന്നൊരു പവറാണ്. കാരണം എന്നെ ചെറുപ്പം മുതലേ കണ്ട ആളുകളാണ് ഈ സാറും ആ സാറും അവിടെ ഇരിക്കുന്ന സുജിത് സാറൊക്കെ. ചെറിയ കുട്ടിയായിട്ടുള്ള സമയത്ത് വന്നത്. എനിക്ക് എന്റെ ധൈര്യം തന്നത്, എനിക്ക് ചെറുപ്പൊന്നുമില്ല, നോക്കിണ്ടാ ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിന് സസ്റ്റെയിൻ, കാരണം ഇത് ടു ബി ഫ്രാങ്ക് ഇതായിട്ട് പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ഇച്ചിരി ഇമോഷണൽ ആയി പോകും. ഞാൻ ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ലാണ്ട് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് RCM കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി മുതൽ വീണ് പോയ സമയങ്ങളിൽ നിന്നും കയറി വരാനായിട്ടൊരു വലിയ താക്കോൽ കൂട്ടായിരുന്നു ഷെഡ്യൂൾ, ടൈം ടേബിൾ. എന്റെ ഫോണിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു. ഓരോ ദിവസവും ഫിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട 1:12 കിടക്കണണ്ട. ഇത് ഒരു മാസത്തേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട. 1:11 ഓക്കെ, 11ാമത്തെ മാസം, 10ാമത്തെ മാസം. ചെയ്യാത്ത കാര്യങ്ങളല്ല പറയുന്നത്, ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് ഡൗൺ ആയി പോയ സിറ്റുവേഷനിൽ കയറി വന്നതാണ് ഈ ഷെഡ്യൂളിന്റെ ടൈം ടേബിൾ. അത് ചെയ്തു തുടങ്ങുക, തിരക്കുകളെ പ്രയോറിറ്റി RCM കൊടുക്കുക. കുടുംബത്തിന് ഇഷ്ടം പോലെ ആവശ്യങ്ങൾ വരും. പക്ഷെ അതിലൊന്നും പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവും ആരും പറഞ്ഞു തരാനായിട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പോവുക, അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് RCM നമ്മൾ വിശ്വസിച്ച് വന്ന ആളുകളുടെ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം, RCM പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പോവാം. അപ്പൊ നമ്മളുടെ ടൈം ടേബിൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. പ്രൊമോട്ട് യുവർസെൽഫ്, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഉള്ളൂ, നമ്മൾ മാത്രം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ലീഡർമാർക്ക് വരാൻ ഒരു ലിമിറ്റ് ഉണ്ട്. എന്നും വരാൻ പറ്റില്ല. കാരണം 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ പുറകെ നടക്കാണ്. അപ്പൊ എല്ലാവരുടെയും കൂടെ വരാൻ പറ്റില്ല. നമ്മൾ ആരായിട്ട് മാറുക, നമ്മളുടെ ടീമിന്റെ കെട്ടുറപ്പുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മൾ ഒരു ലീഡറായിട്ട് മാറുക. അപ്പൊ എന്ത് ചെയ്യാ, നമ്മളുടെ പവർ നമ്മൾ കാണിക്കുക. പ്രൊമോട്ട് അവർ സെൽസ്. ഡിമാൻഡ്, ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്, അത് എഴുതി വെച്ചു. എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ഓർ ടൈം ടേബിൾ, ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്, ബി എ ഗുഡ് ലീഡർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ നമ്മൾ തന്നെ, നമ്മളുടെ ബ്രാൻഡിന്റെ പ്രൊമോട്ടർ നമ്മൾ തന്നെ, നമ്മളുടെ ടീമിന്റെ പ്രൊമോട്ടർ നമ്മൾ തന്നെ. കെയറിംഗ് ആയിട്ടുള്ള, ലവിങ് ആയിട്ടുള്ള, നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ലീഡറായിട്ട് മാറുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ RCM മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളുടെ ടൈം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുക ബെറ്റർ പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ബെറ്റർ കോൺഫിഡൻസ്, നല്ലൊരു കോൺഫിഡൻസിൽ നമുക്ക് വരാൻ പറ്റും. എന്താ പറയുക, ബെറ്റർ നോളജ്. ആകെ ഒരു അക്കൗണ്ടൻസിയും ഒരു ബിസിനസ് സ്റ്റഡീസും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് പെയിന്റ് അടിക്കണേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഇന്നർ വെയറിന്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ പറയാം. എന്താ അറിയണ്ടേ, ഹരിതസഞ്ജീവനി, ഗാർഡൻ ഗോൾഡ്, എന്ത് പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പ്രാക്ടിക്കൽ തിയറി എന്താണ് പഠിപ്പിച്ചത് അതെന്ന് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇന്നും അവരുടെ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മാറി എന്നുള്ളത് നമ്മൾ മാത്രം ഒന്ന് മനസ്സിലാക്കാൻ മതി. RCM വരുന്ന ഓരോ വ്യക്തികളും അങ്ങനെയാണ്. ഇന്നൊരു ന്യൂട്രീഷൻ അഡ്വൈസറാണ്, ഇന്നൊരു എന്താ പറയാ ലേഡീസിന്റെ കീസോളിന്റെ ഒരു ബ്രാൻഡിന്റെ ഒരു ട്രെയിനിങ്ങിൽ വരാൻ പറ്റിയ ഒരു ലെവലിലേക്ക് വരാൻ പറ്റി. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നാളെ നമ്മളില്ലെങ്കിലും കുടുംബത്തിലൊരു സെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ, അത് വലിയൊരു കാര്യമില്ല. എത്രയോ കുടുംബങ്ങളിലേക്ക് നമുക്കൊരു വിളക്കായിട്ട് മാറാൻ പറ്റും. അപ്പൊ ഒരുപാട് 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 പോസിറ്റിവിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി, ഒരു ബിസിനസ്സിലാണ് ഇത്. RCM മാത്രമേ ഉള്ളൂ. ഇനി
നമ്മളുടെ പ്രൊഡക്റ്റ്, നമ്മളുടെ ബ്രാൻഡ് വേറൊരു ബ്രാൻഡുമായിട്ടുള്ള ഒരു കമ്പാരിസൺ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു തരാം. ഇവിടെ മണി സർക്കുലേഷൻ സ്കീം ഇല്ല. 100% പ്രൊഡക്റ്റ് ഓറിയന്റഡ്. ഇവിടെ ബാക്കിയുള്ള സിസ്റ്റത്തിൽ കണ്ടിരിക്കുന്നത് മേലിന്ന് താഴേക്ക്, അതായത് എന്ത് കിട്ടിയാലും മേലേക്കാ പോണേ. ഇതങ്ങനെയല്ല, ഡൗൺ ടു അപ്പ് ആണ്. അതായത് ആരാണോ വരുന്നത് അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ എന്ത് അപ്വേർഡ്സ് പോണത്. ഇത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. മണി ചെയിൻ സർക്കുലേഷൻ, മണി വെച്ചിട്ടുള്ള സർക്കുലേഷൻ സ്കീം അല്ല. നിങ്ങൾ നേരിടാൻ, പുതിയ ആളുകൾ നേരിടാൻ പോണ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട നേരത്തെ ഞാൻ പറഞ്ഞ 2 പ്രൊഡക്റ്റിന്റെ മാത്രം, അല്ലെങ്കിൽ 3 പ്രൊഡക്റ്റിന്റെ മാത്രം കമ്പാരിസൺ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോ ധൈര്യം. എന്റെ അടുത്ത് ഇതിനിടയ്ക്ക് ഒരാൾ ചോദിച്ച ചോദ്യം, ഈ സോപ്പോട് നിങ്ങൾ ഗ്രേഡ് 1 സോപ്പോട് നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കണേ? 34 രൂപയ്ക്ക്, 42 രൂപയ്ക്ക്. ഗ്രേഡ് 1 സോപ്പോട് അത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഡിഫേഴ്സ് ചെയ്യും. എല്ലാം ഗ്രേഡ് 1. അപ്പോൾ ഇത് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരനായിട്ട് നിയോഗിച്ച് നല്ല ആളുകളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ആർസി ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് പറ്റും. അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും വലിയ വലിയ പൊസിഷനിലേക്ക് തന്നെ നോട്ട് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ ചേർന്ന് നിൽക്കുക. എല്ലാവരും ഇന്ന് സപ്പോർട്ടിന് ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നേറും. എല്ലാവരോടും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് എല്ലാവരും സ്റ്റാർ ഡയമണ്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ജയ ആർ സി എം.